ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രോക്കൺ വീറ്റ് വെച്ചിട്ട് ഒരു ലഡ്ഡു റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡ്ഡുവാണ്. അപ്പോൾ വീഡിയോ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ആ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം കൂടി ഒന്ന് പറ്റി പിടിച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇത് ഡ്രൈ ആക്കി എടുക്കണം. നമുക്കിതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ നനവൊക്കെ മാറിയിട്ടുണ്ട്. നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇളക്കി കൊടുക്കുമ്പോഴും മനസ്സിലാവും, പിന്നെ ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴും മനസ്സിലാവും. അപ്പോൾ ഇതാ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതേ പാത്രത്തിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വഴറ്റിയെടുക്കണം. തേങ്ങയുടെ ഉള്ളിലും വെള്ളം ഉണ്ടാവില്ല, അപ്പോൾ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്നും നിൽക്കേണ്ട. ഒരു ലൈറ്റ് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് എടുത്തു വെക്കാം. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ട് കളർ മാറി വരുമൊന്നും വേണ്ട. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാം. പിന്നെ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ ടേസ്റ്റും കൂടും. ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാല് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടുന്നത്. നമ്മൾ സ്വീറ്റ്സൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ ചൂട് പാല് ചേർക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്ന പാലാണ് ചേർക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതായത് പാല് നല്ല കട്ടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇതുപോലെ പാല് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. പാല് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നുറുക്ക് ഗോതമ്പും തേങ്ങയൊക്കെ ചൂടാറി വന്നിട്ടുണ്ടാവും. നമുക്കത് പൊടിച്ചെടുക്കാം. നുറുക്ക് ഗോതമ്പ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര നൈസായിട്ടുള്ള പൗഡർ ആയിരിക്കില്ല, ചെറിയ തരി പോലെ ഉണ്ടാവും. നമുക്കതിങ്ങനെ തൊട്ടു നോക്കുമ്പോൾ മനസ്സിലാവും, ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും. തേങ്ങയും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതും ഇതുപോലെ തരി പോലെ ആയി വന്നിട്ടുണ്ട്. ഇതുവരെ പറയാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അടുത്തത്, പഞ്ചസാര. 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത്രയും ആവശ്യമായിട്ട് വരുന്നു തോന്നുന്നില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ പാല് ഞാനിവിടെ 8 ടേബിൾ സ്പൂൺ പാല് അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. ഇത് 4 ടേബിൾ സ്പൂൺ ബട്ടർ ഉരുക്കിയതാണ്. ഇതിലേക്ക് നമുക്ക് നുറുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ബട്ടറും നുറുക്ക് ഗോതമ്പും നന്നായിട്ട് മിക്സായിട്ട് വരണം. നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ശരിക്കും ബട്ടറിന് പകരം ഗീ ആണ് ചേർക്കേണ്ടത്. ഗീ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ബട്ടറോ ഗീയോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങയും കൂടി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 3/4 കപ്പ് പഞ്ചസാര മുഴുവനും ചേർക്കുന്നില്ല, കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് മധുരം അനുസരിച്ചിട്ട് ആവശ്യമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള 8 ടേബിൾ സ്പൂണും ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
പഞ്ചസാര ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ കുറച്ച് പാൽ കൂടി ഒഴിച്ചു കൊടുക്കണം. 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും പഞ്ചസാര ബാക്കി വന്നിട്ടുണ്ട്. 1/4 കപ്പൊന്നും ആവശ്യമായി വന്നിട്ടില്ല. ഇനി നമുക്ക് ലഡു തയ്യാറാക്കി തുടങ്ങാം. ഇളം ചൂടോടുകൂടി വേണം ലഡു ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ചൂട് മുഴുവനായിട്ടും ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അപ്പോൾ ഇളം ചൂടോടുകൂടി നമുക്കിങ്ങനെ എടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എന്നെ അറിയിക്കുകയും വേണം. നമ്മുടെ ചാനലിൽ ബ്രോക്കൺ വീറ്റ് ദോശയുണ്ട്, ബ്രോക്കൺ വീറ്റ് വെച്ചിട്ട് പായസവും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്